കൗണ്ടിങ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട്. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് 2019 മോഡൽ വെൻറ്റോ ആണ്. വെൻറ്റോ എന്ന് പറയുമ്പോൾ ഇത് DSG ഗിയർ ബോക്സ് വന്നിരിക്കണം, നല്ല കലക്കം വെൻറ്റോ ആണ്, ഓട്ടോമാറ്റിക്കാണ്, അതുകൂടാതെ തന്നെ ഹൈലൈനാണ്. എല്ലാവിധ ഫീച്ചേഴ്സും നമുക്ക് ഈ വാഹനത്തിൽ നിറഞ്ഞ് തുളുമ്പി നിൽക്കുന്നുണ്ട്. അതാണ് ഈ വാഹനത്തിന് വേറെ ഹൈലൈറ്റ്. പിന്നെ ഈ ഒരു വാഹനം നമ്മൾ പറയുമ്പോൾ ഇപ്പോൾ ഈ ഒരു വാഹനമായാലും പിന്നെ സ്കോഡയുടെ റാപ്പിഡ് ആയാലും നമുക്ക് സെഡാൻ വാഹനങ്ങളെ ഏറ്റവും കൂടുതൽ കണ്ണടച്ച് ഈ ഒരു റേഞ്ചിൽ കണ്ണടച്ച് നമുക്ക് എടുക്കാൻ പറ്റാവുന്ന രണ്ട് വാഹനങ്ങളാണ് സ്കോഡയുടെ റാപ്പിഡ് ആയാലും ഈ ഒരു വെൻറ്റോ ആയാലും. ഓട്ടോമാറ്റിക്കാണെങ്കിൽ പറയാൻ വേണ്ട, നല്ല പവർഫുൾ വണ്ടിയാണ്. കാല് കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി വേറെ റേഞ്ചിലേക്ക് എത്തും. അതാണ് ഈ വാഹനത്തിൻ്റെ വേറൊരു പ്രത്യേകത. ഓക്കെ, അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ ഫുൾ വീഡിയോ ഞാൻ കവർ ചെയ്യാറുണ്ട്. ഇൻറ്റീരിയേഴ്സ്, എക്സ്റ്റീരിയേഴ്സ്, എഞ്ചിൻ ഭാഗം, ടയർ കണ്ടീഷൻ എല്ലാം വിശദമായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. കാരണം എവിടെയൊക്കെ ചെറിയ പ്രശ്നങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ തന്നെ പറഞ്ഞു പോകും. ഓക്കെ, അപ്പോൾ ഇതാണ് വാഹനത്തിൻ്റെ വിശേഷങ്ങൾ. ഇനി നമുക്ക് വാഹനം ഫുള്ള് കണ്ടേക്കാം, ഇൻറ്റീരിയേഴ്സ്, എക്സ്റ്റീരിയേഴ്സ് കാണിക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഈ വാഹനത്തിൻ്റെ റേറ്റിംഗ് കാര്യങ്ങളൊക്കെ ഒന്ന് വിശദമായിട്ട് സംസാരിക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് ഈ ഒരു വാഹനം കണ്ടേക്കാം. ഞാൻ പറഞ്ഞ പോലെ തന്നെ വണ്ടി 2019 മോഡലുണ്ട്. അപ്പോൾ അതിൻ്റെ രൂപ വ്യത്യാസങ്ങളും കൂടെ കാണാൻ പറ്റും. അതേപോലെ തന്നെ വണ്ടി DSG ആണ്. DSG ഗിയർ ബോക്സിലെ ഓട്ടോമാറ്റിക് വാഹനമാണ്. കാല് കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി പറക്കും, അത് വേറൊരു പ്രത്യേകത. പിന്നെ ഇത് നിങ്ങൾ നോക്കണമെങ്കിൽ ഹൈലൈനാണ് വാഹനം. ഹൈലൈൻ ആയതുകൊണ്ട് നമുക്ക് എല്ലാവിധ ഫീച്ചേഴ്സും വരുന്നുണ്ട് വണ്ടിയിൽ. ഇപ്പോൾ അലോയ്സൊക്കെ നമുക്ക് കാണാൻ പറ്റും. സാധാരണ നമുക്ക് സ്കോഡയുടെ വാഹനങ്ങൾക്കൊക്കെ സെക്കൻഡ് ഓപ്ഷനോ തേർഡ് ഓപ്ഷൻ ആയിരുന്നു നമുക്ക് അലോയ്സൊന്നും കാണാറില്ല. പക്ഷേ ഈ വാഹനത്തിൽ നോക്കുക സംഭവങ്ങളൊക്കെ ഉണ്ട്. വീൽ ബേസും വ്യത്യാസമുണ്ട്. പിന്നെ വാഹനം നോക്കുകയാണെങ്കിൽ നമുക്ക് എവിടെ നോക്കിയാലും ആ ഒരു സ്റ്റാൻഡേർഡ് ഫീൽ നമുക്ക് കിട്ടും. അത് സ്കോഡയുടെ വാഹനങ്ങളുടെ വേറൊരു പ്രത്യേകതയാണ്. സ്കോഡ മാത്രമല്ല, ഫോക്സ്വാഗൻ്റെ ആയാലും ആ പ്രത്യേകതയാണത്. ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഫ്രണ്ടൊക്കെ നോക്കാം, ഗ്രില്ലൊക്കെ വ്യത്യാസം നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് ഇനി വാഹനത്തിൻ്റെ ഫുൾ വ്യൂവിലേക്ക് നോക്കാം, ടോപ്പ് വ്യൂവിലേക്ക് നോക്കാം. നല്ല നീറ്റായിരിക്കും ടോപ്പ് വ്യൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നമുക്കിവിടെ വീലാർസിലേക്ക് നോക്കാം. വീലാർസ് നമുക്കിവിടെ നോക്കുമ്പോൾ നീറ്റായിട്ട് ഇരിക്കുന്നു. ടയേഴ്സ് നോക്കാം. ടയേഴ്സ് ആയാലും നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ഗ്രിപ്പുള്ള ടയേഴ്സ് വെക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഫ്രണ്ട് പോർഷൻ നോക്കുകയാണെങ്കിൽ ഇവിടെ ലിഡൊക്കെ നല്ല നീറ്റായിട്ട് ഇരിക്കുന്നു. ഒരു ഡാമേജോ കാര്യങ്ങളോ നമുക്ക് ലിഡിൽ കിട്ടുന്നില്ല, ഡെൻറ്റോ ഒന്നുമില്ല. വിൻഷീൽഡായാലും നല്ല നീറ്റായിരിക്കുന്ന വിൻഷീൽഡ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഫ്രണ്ട് പോർഷനിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ ലാമ്പായാലും നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ലാമ്പ് കാണാൻ പറ്റും. ഗ്രില്ലൊക്കെ ഓക്കെ ആയിട്ടിരിക്കുന്നു. ഫോഗ് ലാമ്പ്സ് നമുക്ക് വരുന്നുണ്ട്. ലെഫ്റ്റ് സൈഡിൽ ലാമ്പായാലും നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ലാമ്പ്സ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. താഴെ നമുക്ക് ഫോഗ് ലാമ്പും നല്ല വൃത്തി തന്നെ ഇരിക്കുന്നുണ്ട്. ഇവിടുത്തെ വീലാർസിലേക്ക് വരാം. ഈ വീലാർസ് നീറ്റായിട്ടിരിക്കുന്ന വീലാർസ് കിട്ടുന്നുണ്ട്. നല്ല ഗ്രിപ്പ് വെക്കുന്ന ടയേഴ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. അതേപോലെ നമുക്ക് അലോയ്സും നീറ്റായിട്ടിരിക്കുന്നു. സൈഡിൽ നമുക്ക് രണ്ട് ഡോർ നോക്കാം. രണ്ട് ഡോറായാലും നല്ല നീറ്റായിട്ടിരിക്കുന്ന ഡോർസ് നമുക്കിവിടെ കാണാം. അപ്പോൾ നമ്മൾ സൈഡ് നോക്കുകയാണെങ്കിൽ സൈഡ് നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന സൈഡാണ് കേട്ടോ. ഒരു സ്ക്രാച്ച് പോലും നമുക്കിവിടെ കാണാനില്ല. അതാണ് നമുക്ക് കേൾക്കണ്ട. ഇവിടെ ക്രോമിയ ലൈൻ കൂടി വന്നിട്ടുണ്ട്. അത് നമ്മൾ ഹൈ ലൈൻ ആയതുകൊണ്ടുള്ള സംഭവമാണ്. ഇപ്പോൾ നമുക്ക് വീലാർസ് നല്ല നീറ്റായിട്ടിരിക്കുന്നു. നല്ല ഗ്രിപ്പും ടയേഴ്സ് വെക്കുന്നുണ്ട്. അലോയ്സും നല്ല വൃത്തി തന്നെ ഇരിക്കുന്നുണ്ട്. ബാക്കിലേക്ക് വരാം. ബാക്കിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് ലാമ്പായാലും നല്ല നീറ്റായിരിക്കും ലാമ്പ് കാണാൻ പറ്റും. ഇവിടെ നമുക്ക് ഡീഫോക്കസ് വരുന്നുണ്ട്. മുകളിൽ നമുക്ക് ആൻറ്റിന വരുന്നുണ്ട്. ലിഡായാലും നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ലിഡ് നമുക്കിവിടെ കാണാൻ പറ്റും. TSIയുടെ ബാഡ്ജ് നമുക്ക് കിട്ടുന്നുണ്ട് കണ്ടോ. അതേപോലെ ബമ്പേഴ്സ് ആയാലും സെൻസേഴ്സും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ നോക്കുമ്പോൾ ലാമ്പും ഓക്കെ ആയിട്ട് ഇരിക്കുന്നു. ഇവിടുത്തെ വീലാർച്ച് നോക്കാം. ഈ വീലാർച്ച് ആയാലും നീറ്റായിട്ട് ഇരിക്കുന്ന വീലാർച്ച് നമുക്കിവിടെ കാണാം. ടയേഴ്സ് ഓക്കെ ആയിട്ട് ഇരിക്കുന്നു. പിന്നെ നമുക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ രണ്ട് ഡോറും ഓക്കെയാണ്. ഗ്ലാസ്സും നല്ല നീറ്റായിട്ട് ഇരിക്കുന്ന ഗ്ലാസ് നമുക്കിവിടെ കാണാൻ പറ്റും. ഡോറിന് ഓപ്പൺ ചെയ്യാം. ഡോർ പാഡ്സ് നോക്കാം. നല്ല നീറ്റായി ഡോർ പാഡ്സ് കാണാൻ പറ്റും. അതേപോലെ തന്നെ പവർ വിൻഡോസിൻ്റെ ബട്ടണും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. സീറ്റ്സൊക്കെ നല്ല നീറ്റ് സീറ്റ്സാണ്. ബ്രീത്തബിൾ സീറ്റ്സാണ് വന്നേക്കണേ കണ്ടോ. അതേപോലെ നമുക്ക് ഇൻറ്റീരിയേഴ്സ് വിശദമായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ എയർ ബാഗ് സപ്പോർട്ട് വരുന്നുണ്ട്. ഡാഷ്ബോർഡ് ഒക്കെ ആയിട്ട് ഇരിക്കുന്നു. ഇവിടെ നമുക്ക് എയർ ബാഗ് സപ്പോർട്ട് വരുന്നുണ്ട്. 60,000+ കിലോമീറ്റേഴ്സ് മാത്രമേ ഓടിയിട്ടുള്ളൂ. അതേപോലെ തന്നെ മ്യൂസിക് സിസ്റ്റം, സീറ്റ്സൊക്കെ നോക്കാം. റിയറിലെ സീറ്റ്സ് നോക്കാം. റൂഫ് നോക്കാം കണ്ടോ. അപ്പോൾ നമ്മൾ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ വണ്ടി നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന വണ്ടിയാണ്. ഒരു രീതിയിലുള്ള ഡാമേജോ കാര്യങ്ങളോ നമുക്ക് ഈ വാഹനത്തിൽ ഇൻറ്റീരിയേഴ്സ് കിട്ടാനില്ല. ഡോറിന് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് റിയർ സീറ്റ്സ് നോക്കാം. ഇവിടെ ഡോർ പാഡ്സൊക്കെ നല്ല നീറ്റായിട്ട് ഡോർ പാഡ്സ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ സീറ്റ്സ് ആയാലും നീറ്റായിട്ടിരിക്കുന്നു. ഹെഡ് റെസ്റ്റ് നല്ല വൃത്തി തന്നെ ഇരിക്കുന്നുണ്ട്. ന്യായമായിട്ടുള്ള ലെഗ് റൂം നിൽക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്കിവിടെ AC വെൻറ്റിങ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇവിടെ നല്ല വാഹനത്തിൻ്റെ വ്യൂ നോക്കാം. ഓക്കെ, ഡോറിന്ന് ക്ലോസ് ചെയ്യാം. അതിനുശേഷം നമുക്ക് വാഹനത്തിൻ്റെ എഞ്ചിൻ റൂമും ബൂട്ടും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തേക്കാം. ഞാൻ ജസ്റ്റ് ലിഡൊന്ന് അപ്പ് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു വാഹനത്തിൻ്റെ എഞ്ചിൻ റൂമിൽ പൊടി അഴുക്കും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. കാരണം വണ്ടി ഇപ്പോൾ ഇൻറ്റീരിയർ പോർഷൻ ഒന്ന് ക്ലീനിങ് പെൻഡിങ് ഉണ്ട്. പക്ഷേ നമുക്കിവിടെ ലീക്കേജോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നോക്കാം. യാതൊരു രീതിയിലുള്ള ലീക്കേജോ ഡാമേജോ കാര്യങ്ങളൊന്നും നമുക്കിവിടെ കിട്ടുന്നില്ല. അതേപോലെ നമുക്ക് റൈറ്റ് സൈഡിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ കേട്ടോ ലീക്കേജോ സംഭവങ്ങളൊന്നും കിട്ടുന്നില്ല. കാരണം കിലോമീറ്റർ കാര്യമായിട്ട് ഓടാത്തതുകൊണ്ട് തന്നെ നമുക്കങ്ങനെ യാതൊരു കംപ്ലയിൻറ്റ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യില്ല. അതേപോലെ തന്നെ ഇവിടെയും നമുക്ക് ബാറ്ററിയൊക്കെ പവർഫുൾ ബാറ്ററി വന്നിരിക്കണം. ഹെഡ്ജസൊക്കെ നോക്കാം. പേസ്റ്റിംഗ് ഒക്കെ നല്ല നീറ്റായിട്ട് ഇരിക്കുന്നു. നീറ്റായിട്ട് ഇരിക്കുന്ന ഒരു എൻജിൻ റൂമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.
അതേപോലെ തന്നെ നമുക്കിനി ഇവിടെ ലെഫ്റ്റ് സൈഡിൽ നോക്കാം. ലെഫ്റ്റ് സൈഡിൽ നീറ്റായിട്ടിരിക്കുന്നു. ലിഡ് നോക്കാം. ലിഡ് നല്ല നീറ്റായിട്ടിരിക്കുന്ന ഒരു ലിഡ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് വണ്ടിയുടെ എൻജിൻ റൂമിൽ നിന്ന് കാണിക്കാനുള്ളത്. പയ്യെ നമുക്ക് ബാക്കിലേക്കൊന്ന് വായിക്കാം. ബാക്കിൽ എന്താണ് അവസ്ഥ ജസ്റ്റ് ചെക്ക് ചെയ്യാം. ഞാൻ കീ ഒന്ന് എടുക്കാം. അപ്പോൾ ഇതാണ് ലോങ് പ്രസ് ചെയ്യുന്നത്. നമുക്ക് ഈ വാഹനത്തിൻ്റെ ലിഡ് നമുക്ക് ഓപ്പൺ ചെയ്യാം. ബൂട്ടൊക്കെ നല്ല നീറ്റായിരിക്കുന്ന ബൂട്ട് നമുക്കിവിടെ കാണാൻ പറ്റും. വൃത്തി തന്നെ ഇരിക്കുന്നുണ്ട്. അതേപോലെ ചെറിയ പൊടി അഴുക്കും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. വണ്ടി കുഴപ്പമൊന്നുമില്ല. ടയേഴ്സ് നമുക്ക് നോക്കാം. ടയേഴ്സ് ഇവിടെ റോഡ് ടച്ച് ചെയ്യാത്ത ടയേഴ്സാണ്. ഫ്രഷ് ടയേഴ്സാണ്. ഒരു രീതിയിലുള്ള ഡാമേജോ കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടുന്നില്ല. അതേപോലെ തന്നെ സ്പെയർ വീൽ റൂമായാലും നീറ്റായിട്ടിരിക്കുന്നു. പാച്ചോ ഡെൻറ്റോ കാര്യങ്ങളൊന്നും നമുക്കിവിടെ കിട്ടുന്നില്ല. ഓക്കെ, ലിഡിലേക്ക് വരാം. ലിഡിൻ്റെ എഡ്ജസ് ആയാലും നല്ല നീറ്റായിട്ടിരിക്കുന്ന ഒരു എഡ്ജസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു വണ്ടിയുടെ ഇൻറ്റീരിയേഴ്സ് നമുക്കിവിടെ കാണിക്കാനുള്ളത്. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ റേറ്റും കാര്യങ്ങളും സംസാരിക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു വാഹനം കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ റേറ്റിലേക്ക് കിടക്കാം. റേറ്റിലേക്ക് കിടന്നേക്കാകുമ്പോൾ എനിക്ക് ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഉണ്ട്. രണ്ടിനും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ക്ലിക്ക് ചെയ്തിട്ടൊന്ന് ഫോളോ ചെയ്തേക്കാം. വാഹന സംബന്ധമായിട്ടുള്ള അപ്ഡേറ്റ്സ് ഡെയിലി നിങ്ങളിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 8.5 ലക്ഷം രൂപയാണ്. 8.25 lakhs. അത് നെഗോഷ്യബിൾ പ്രൈസ് ആയിരിക്കും. വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിനകത്തേക്ക് വിളിക്കാം, കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം.